നീ സ്വപ്നത്തിൽ കണ്ട കാമുകനായിരിക്കും ഡോക്ടർ നമ്പൂരി എന്ന് എന്താ അത്ര നിശ്ചയം? ഓ, ആലോചിച്ചിട്ട് തല പെരുക്കുക. ഒരു 100 അങ്ങോട്ട് പിടിപ്പിക്ക്, തലയുടെ പെരുപ്പൊക്കെ മാറും. ബക്കറ്റാ ഒഴിക്കടാ. വേണ്ട, അവളുടെ കയ്യിലടിച്ച് സത്യം ചെയ്തതല്ലേ, ഇനി ഞാൻ തൊടില്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ആരും ഇനി കുടിക്കണില്ല. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ ആർക്കും ഒരു സത്യവും ചെയ്ത് കൊടുത്തിട്ടില്ല. ഞങ്ങൾ കുടിക്കും. എടാ, ഇങ്ങനെ കിടന്ന് പോഞ്ഞിട്ട കാര്യം വെട്ടൊന്ന് തുണ്ടനുണ്ട്. സമ്മതമാണെന്ന് ചോദിച്ചൂടെ? എന്റെ നിഗമനം ശരിയാണെങ്കിൽ അവള് സമ്മതിക്കാൻ തരമില്ല. അടവ് പഠിച്ചവളാ. അവക്ക് അപ്പൂട്ടന്റെ തണലും വേണം, നമ്പൂരിയെ കെട്ടിയും വേണം. ദേ, എന്നെ ചവിട്ടി തള്ളിയ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ അതും ഇതും മോഹിക്കുന്നവനല്ല അപ്പൂട്ടൻ. മോഹിച്ചു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ എല്ലാം തകർക്കും ഞാൻ. അതിന് എന്നോട് ചൂടായിട്ടെന്താ? അത്ര കുളിപ്പൊട്ടാക്കി അവളോട് കാണിക്കണ. വേണ്ട, ഇനി അത് മതി ആശുപത്രിയിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പുട്ട, എന്തായാലും ആ ഡോക്ടർ വരട്ടെ. അയാൾ കാമുകനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതുവരെ നീ ക്ഷമിക്കേ. അല്ല, ഈ അപ്പൂട്ടൻസ് ക്ലിനിക്ക് എവിടെയാ? നടന്നാണ് പോകുന്നതെങ്കിൽ നേരെ ചെല്ലുമ്പോ വലതുവശത്ത്. അല്ല, നമ്മളാരാ? അവിടെ ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറാ. ഒന്ന് താത്തി വെച്ചടാ. അപ്പൂട്ട വന്നു. ആര്? നീ കണ്ട സ്വപ്നത്തിലെ കാമുകൻ ഡോക്ടർ. ഹായ്. ഹായ്. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നമ്പൂരി സ്മാർട്ട് ആയിട്ടുണ്ട്. ലേശം മണം വെച്ചിട്ടുണ്ട്. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യേ. ഇതവൻ തന്നെ. നീ ഒന്ന് ഉഷാറാവപ്പെട്ട. അവര് കണ്ട മോശം കേട്ടോ. എന്താ അവിടെ? വാ അപ്പൂട്ട. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഹീസ് ലവ്ഡ് ആൻഡ് ലൈക്ഡ് ബൈ എവരിബഡി. പറഞ്ഞത് മനസ്സിലായോ? നമ്മള് തമ്മിലുള്ള ലവ് ഇവനറിയരുത്. അതായത് നീ, പിന്നെ എവരിബഡി, ഒരുത്തരറിയരുത്. ബാക്കിയുള്ളവരെയൊക്കെ അപ്പൂട്ടൻ പരിചയപ്പെടുത്തും. ആ, ഡോക്ടർ നമ്പൂരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. വളരെ വൃത്തിയും എടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ, ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനാ മുത്തശ്ശിയെ വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിയടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെട്ട ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് പറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കോ. ഡോക്ടർ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഓ, എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷിയുണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരിക്കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി. സംശയിക്കണ്ട, അമ്പുലിന്റെ വർത്താനത്തിന് പുരിയിട്ടി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിവിട്ട് പോവുകയാണ് പൂട്ട. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? കേമായിട്ട് കുളിയും തേവാരും കഴിക്കണം. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം. അത്രയല്ലേ വേണ്ടൂ. ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ. നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ? മതി. ആ, പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
ആരാത്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കൊടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ് ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുന്നത്. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. ആ നമ്പൂതിരിയല്ലേ, ഓണ കഴിച്ച കൊറേ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നോളുക. ഹായ്, പാവയ്ക്ക കൊണ്ടാട്ടം എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചെത്ത ജഗദമ്മ. വേറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? അലമേലു. എന്നെ അറിയില്ലേ? 3 ദിവസവും വാറ്റിച്ചടിച്ച തലമേലു. എന്നെ മനസ്സിലായില്ലേ? പൊന്നമ്മ, സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ച പൊന്നമ്മ. നമ്മള് ലൈലാ ബീവി, കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്ന ലൈലാ ബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യരുടെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് തമ്മി തട്ട. നമ്മള് പ്രേതങ്ങളത്തിലും അതെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ശരിയാ. എങ്കിലേ നമുക്ക് 4 പേർക്ക് കൂടി നമ്പൂതിയെ പങ്കിട്ടെടുക്കാൻ പറ്റും. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചെടുക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. ആരാ? ആരാ? ആരാന്ന്? ആരാ? ആരാ? ആരാന്ന് ടെമ്പറേച്ചർ കുറഞ്ഞോളൂ. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, നെറ്റിയിൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങോട്ട് കിട്ടി. ചവിട്ടോ? ഓ, അതായത് കുളിമുറിയിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ 3 നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ, കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ? പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ? സൗണ്ട് സ്ലീപ്പായിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടുന്നു? ഹേയ്, സുഖനെതിരയിലായിരുന്നു. ഒരു സ്വപ്നം പോലോട് കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. ദാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതങ്ങ് ബോധിച്ചു. കലക്കം ചികിത്സയായിരിക്കും അല്ലേ? ആ, റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ, നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അത് എത്രയെന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ്, അതുപോരാ. മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 രൂപ കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം. അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. ഡോക്ടറെ, എന്തെങ്കിലും പറയാണ്ട് 5 അകലെ എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓ, ഈ ഡോക്ടറുടെ ഒരു തമാശ. പിന്നെ ശമ്പളം നിശ്ചയിച്ചു. പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറെ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്തു പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കവൻ തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താൻ പോണെന്നല്ല.
ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുവില്ല. ആഹാ എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ചു പുറത്ത് ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ ചാത്തിനേറ് തുടങ്ങാം. പിടി തുടയ്ക്കാം. കലങ്കാലിയുടെ ഭൂതഗണങ്ങളാണ്. വീടൊഴിഞ്ഞു പൊക്കോ. എന്താ ഡോക്ടർ, മുഖത്തൊക്കെ ഇത് എന്ത് പറ്റിയതാ? മതി, എനിക്ക് ഇവിടുത്തെ സേവനം മതിയായി. തെണ്ടി തിരിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജോലി വേണ്ട. എന്താ ഡോക്ടർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അശേഷം അങ്ങോട്ട് മനസ്സിലാവില്ല. എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ? വാച്ചോ? ഉവ്വ്, എന്നെ മർദ്ദിച്ച ഒരു ഭൂതഗണത്തിന്റെ കയ്യിന്ന് ഊരിത്തെറിച്ചതാ. ഇതാ. ഇത് അപ്പൂട്ടന്റെ വാച്ചാണല്ലോ. ഓ, എന്നാ സംശയിക്കണ്ട, അപ്പൂട്ടനും കൂട്ടനും തന്നെയാ എന്നെ തല്ലിച്ചതച്ചത്. ഏയ്, അപ്പൂട്ടൻ അങ്ങനെ ചെയ്യില്ല. അതിനപ്പുറവും ചെയ്യും. അമ്പിളിക്ക് കേൾക്കണോ? ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ഷെയ്ക്കാൻഡ് തന്നു. എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ. പിന്നെ സ്നേഹം ഭാവിച്ചുകൊണ്ട് കുത്തുക, തല്ലുക, ഇരിക്കുക, ഒന്നും പറയണ്ട. വലിയ ദാനധർമ്മിഷ്ടനാണെന്നൊക്കെ അമ്പിളി പുഴത്താറുണ്ടല്ലോ. എനിക്ക് ഈ ദാനം വേണ്ടേ? അയാൾക്ക് എന്നെ ഇഷ്ടല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ? ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവത്തിലുമായി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസം. ഡോക്ടർ, ഒന്നും പറയണ്ട. ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ. ഭാഗ്യം. വരട്ടെ. ഗുഡ് ബൈ. കൃഷ്ണ കൃഷ്ണ. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? മരുന്നുകളൊക്കെ എല്ലാരും മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? ഏട്ടത്തി ഛർദ്ദലെങ്ങനെ? ആ സൂക്ഷിക്കണം, പരിസരത്തൊക്കെ അതിസാരമുണ്ട്. ഡോക്ടർ ഇനിയും ചികിത്സ തുടങ്ങിയില്ലേ? പുറത്ത് രോഗികളൊക്കെ കാത്തു നിൽക്കുന്നു. അയ്യോ, ഡോക്ടർ നമ്പൂരി ഇനിയും വന്നില്ലേ? ലേറ്റ് ആവുന്നല്ലോ. എന്തു പറ്റി? വന്ന് തിരുമേനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യെന്നായി. ഹൃദയം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് പോയേ. ഡോക്ടറിന് ലീവാണോ അമ്പിളി? എന്റെ സുഹൃത്തിന് എന്ത് പറ്റി അമ്പിളി? ഡോക്ടർ പണി മതിയാക്കി പോയി. പോയാ? ശമ്പളം കുറഞ്ഞു പോയിട്ടാണോ? എങ്കിൽ പറഞ്ഞാ പോരെ. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പോണേന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചില്ല. കഷ്ടായി. അപ്പൂട്ടനൊന്ന് വന്നേ. ഈ വാച്ച് ആരുടേതാ? ഹായ്, എന്റെ വാച്ചങ്ങനെ അമ്പിളിയുടെ കയ്യിൽ വന്നു. എന്റെ കയ്യിലല്ല, ഡോക്ടർ നമ്പൂരിയുടെ കയ്യിലാ കിട്ടിയത്. നമ്പൂതിരിക്ക് ഇത് കിട്ടാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി പാടത്ത് പോയി മോട്ടർ അടിച്ചു. പിന്നെ എങ്ങോട്ടാ പോയത്? അപ്പൂട്ടാ, ഒളിച്ചു കളിച്ചത് മതി. എന്തിനാ ഡോക്ടറെ തല്ലിയത്? ഞാൻ തല്ലിന്നോ? എന്തൊക്കെയാ അമ്പിളി പറയണത്? മതി, അഭിനയം തീരെ ശരിയാവണില്ല. നിങ്ങൾ ആ പാവത്തെ തല്ലി ഓടിച്ചതാ. അമ്പിളിക്ക് എന്തിനാ അതിലെത്ര ദുഃഖം? ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത് ഈ ആസ്പത്രിക്ക് വേണ്ടി. അയാൾ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ട്. അതിലുപരി എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നാൽ ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അടിച്ചോടിച്ചത്. എന്നാ മാന്യമായിട്ട് പറഞ്ഞേക്കണം. അതാ ഒരു മുതലാളി ചെയ്യേണ്ട മര്യാദ. അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ രാത്രി ഒളിച്ചും പാത്തും ഇങ്ങനെ. അപ്പൂട്ടിന് ലജ്ജ തോന്നില്ലേ? ഇല്ല, നമ്പൂതിരിയല്ല ഏത് കോലോത്ത് തമ്പുരാനായാലും അമ്പിളിയോട് അടുത്തിടപഴകിയ അപ്പൂട്ടിനെ സഹിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ആവുമ്പോ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അടുത്തിടപഴകിന്ന് വരും. അതിന് അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പഠിക്കാത്തവന്, സംസ്കാരം ഇല്ലാത്തവന്. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അതിനുള്ളൊരു മനസ്സെനിക്കുണ്ട്. അയാളുടെ പോക്കത്ര ശരിയല്ലാന്ന് തോന്നി. അത് അപ്പൂട്ടന്റെ മാത്രം തോന്നല, ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ അമ്പിളിക്ക് എന്നേക്കാ വലുതാ ഡോക്ടറാണല്ലേ? ആര് വലുത് ആര് ചെറുത് എന്നതല്ല പ്രശ്നം. ഒരു ആസ്പത്രിയെ സംബന്ധിച്ച് ഡോക്ടറാണ് വലുത്. ആസ്പത്രി എങ്ങനെയാടി ഉണ്ടായത്? പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. നീ എങ്ങനെയാ ഡോക്ടറായത്? എടി 2 ലക്ഷം. വേണ്ട, എപ്പോഴും അത് വിളിച്ചു പറഞ്ഞ അപ്പൂട്ടൻ സ്വയം ചെറുതാകണ്ട. ഒക്കെ അപ്പൂട്ടനുള്ളത് തന്നെയാ. പക്ഷെ ആ പാവം നമ്പൂരി ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത്? സഹിക്കണില്ലല്ലേ? എന്താ ആ നമ്പൂതിരിക്ക് നിന്റെ മനസ്സ് പണയം വെച്ചോ? ചിലപ്പോ പണയം വെച്ചിട്ടുണ്ടാവും. അതിന്റെ വ്യക്തിപരമായ കാര്യം. നമ്പൂരി എനിക്കിഷ്ടമാണ് കൂട്ടിക്കോ. ഒന്നുകൂടെ പറയടി, ഒന്നുകൂടെ പറയാൻ.
ആ നാവിനെ അരിഞ്ഞോളെ. അപ്പൂട്ടന് ഭ്രാന്താണോ? അതെടി ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. നിനക്കറിയില്ല എന്നെ. 5 കൊല്ലമായി നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക ഈ അപ്പൂട്ടൻ. നട്ട് നനച്ച് വളർത്തി. ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതി കാത്തിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. ഞാനത് മോഹിച്ചു പോയി. നീ മോഹിപ്പിച്ചു. നിന്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷേ എടീ, നിന്നെനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണേ ഞാൻ കാത്തിരിക്കാം. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനായിരിക്കൂടി. മറ്റൊരാളോടൊപ്പം ഈ ജന്മം നീ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ മോളെ വൈകിയത്? എല്ലാരും കാത്തിരിക്കുക. എന്താ അമ്മ വിശേഷം? നല്ല വിശേഷം തന്നെയാ. അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ദോഷം പറയരുതല്ലോ, ചെറുക്കൻ സുന്ദരനാ, എനിക്കിഷ്ടപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ? ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത്? നിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അച്യുതൻ നമ്പ്യാരുടെ മോനാ. മോള് വേഗം പോയി ആ വേഷമൊക്കെ ഒന്ന് മാറ്. അപ്പൂട്ടനെ അറിയിക്കഴിഞ്ഞത് മോശമായി പോയില്ലേ? അറിഞ്ഞ അവന് സന്തോഷമായിരിക്കും. ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ. ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം. പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോള് വേഗം ചെല്ലേ. ആഹാ, നീ എന്താടി നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത്? ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? നിന്നെ പോലെ ഓട്ട MBBS കാരനല്ല. ആരായാലും എനിക്ക് കാണണ്ട. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. കൊന്നുകളയും ഞാൻ ആസത്തെ. എന്നെ മാന്യന്മാരുടെ മുമ്പിൽ കരുതേച്ച് കാണിച്ചാവുണ്ടല്ലോ. പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൾ വരും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോളെ, അമ്മ മോളുടെ നല്ലതിനെ പറയൂ. ഈ വീടിന്റെ സമാധാനം തകർക്കരുത്. എനിക്ക് വേണ്ടി മോളൊന്ന് ചെല്ലേ. അമ്മ അല്ലേടി പറയുന്നത്. ഞാൻ കാല് പിടിക്കാം. ചേച്ചി വാ, ചേച്ചി സാരിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ, വാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തന്റെ മോള് കോളടിച്ചു. ആട്ടെ, അമ്പിളി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ വേഗം എടുക്കാൻ പറ. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടിട്ട് പോരെ? ഇഷ്ടപ്പെടും. സരസ്വതി, ആ മോളെ, ഇതാ രാജീവൻ. നമ്മുടെ നാട്ടിലെ ലൊട്ടിലൊടുക്ക് ആശുപത്രിയിലെ പോലൊന്നും അല്ല. ഒരു ദിവസം 20 ഓപ്പറേഷൻ നടത്തുന്ന ഡാക്ടറാ. അതൊക്കെ അവക്കറിയാടോ. അവക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കേ. ഇഷ്ടപ്പെടാതിരിക്കോ നമ്പ്യാരെ? മോനെ, ഞാൻ ഇവളെ വളരെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ രാജീവ നീ ഒന്നും മിണ്ടാത്തത്? അവൻ ഫോട്ടോ കണ്ടതല്ലേ. ഇനി അവളോട് വല്ലതും സംസാരിക്കാനുണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഞാൻ സ്റ്റേറ്റ്സിൽ മറ്റൊരു കൾച്ചറിൽ വളർന്നവനാ. ഡാഡിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഒരു നാട്ടുമ്പുറത്താരി കല്യാണം കഴിക്കണമെന്ന്. ഓക്കെ, ഐ അഗ്രീഡ്. എനിക്കറിയേണ്ടത്, അമ്പിളി കോളേജിലൊക്കെ പഠിച്ചല്ലേ, മറ്റാരെങ്കിലുമായി, ഐ മീൻ ഇനി ലവ് അഫേഴ്സ്? നല്ല കാര്യായി. അച്ചടക്കത്തിലും അനുസരണയിലുമാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. അച്ഛൻ പറയുന്നതിന് മറുവാക്ക് അവക്കില്ല. അവക്ക് രാജീവനെ ഇഷ്ടമായി കഴിഞ്ഞു. എന്നാ വൈകിക്കണ്ട. ഇന്ന് തന്നെ ജോലിസരെ കണ്ട് നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം. താൻ പാടൂ. അപ്പൂട്ടൻ, ആ ചെറ്റയുടെ പേര് പറഞ്ഞാൽ കൊല്ലും ഞാൻ. MBBS പെണ്ണിനെ വെറും 7-ാം കൂലിക്ക് കെട്ടണം പോലും. ഞാൻ അന്നേ പറഞ്ഞതാ, ഒടുവിൽ അത് തന്നെ ആവശ്യപ്പെടുമെന്ന്. രാജീവനുമായിട്ടുള്ള വിവാഹത്തിന് 25-ാം തീയതി മുഹൂർത്തം കുറിച്ചിരിക്കുക. രാവുണ്ടി ആ വാക്ക് കൊടുത്തിരിക്കുന്നേ. അത് നടക്കണം, അതേ നടക്കൂ. അവൻ പണം ചെലവാക്കിയെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്കാം.
അപ്പുട്ടാ അപ്പുട്ടാ ആ. ഇങ്ങനെ പോത്ത് വല്ലത് ഉറങ്ങിക്കോ. വല്ലതും അറിഞ്ഞോടാ നീ? എന്താ? അമ്പിളി ആസ്പത്രി വന്നിട്ടില്ല. അത്രേ ഉള്ളോ? സുഖമില്ല എന്നിട്ടാവും. അതല്ലടാ, അവളിനി ആശുപത്രി വരില്ല. അതെന്താ? അവളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ, അപ്പൊ അമ്പിളി അത് വീട്ടിൽ പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. ഛേ, ഞാൻ എന്തൊക്കെയാ അമ്പിളിയെ കുറിച്ച് ധരിച്ചത്. ഒരുപാട് വേദനിപ്പിച്ചു. ഛേ, കഷ്ടായി. അല്ല, ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വെച്ച് അമ്പിളിക്ക് ആശുപത്രിയിൽ വന്നാലെന്താ? അതല്ലടാ. പിന്നെ അമ്പിളി മച്ചു നമ്പ്യാരുടെ മകൻ രാജീവിനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കണം. എന്നാൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ. ഈ മാസം 25-ാം തീയതി മുഹൂർത്തം വരെ തീരുമാനിച്ചിരിക്കണ. ഈ കേട്ടത് ശരിയാണോ വക്കച്ച? അതെ. ഇക്ക, അത് വേണ്ട. സത്യമാണടാ, എല്ലാ രാവണിയുടെ ഏർപ്പാടായിരുന്നു. അവര് നിന്നെ ചതിക്കുകയായിരുന്നു. കൊല്ലും ഞാൻ. നന്ദി കെട്ടവനെ, ഇറങ്ങി വാടാ. ഈ അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ മകൾക്ക് മറ്റൊരുത്തം പുറവോടക്കം എനിക്കൊന്ന് കാണണം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വാടാ. എന്താ ബഹളം വെക്കാതെ? ഇല്ല മാധവേട്ട, ഞാൻ അടങ്ങില്ല. അവള് പറയട്ടെ. എടി ഡോക്ടറെ, അമേരിക്കൻ സായിപ്പിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് വെറും പുല്ലാണല്ലടി. എടി, 2,80,112 രൂപ മുടക്കി പഠിപ്പിച്ചതാ. അപ്പൂട്ടനെ ചതിച്ച എല്ലാത്തിനും ഞാൻ വെട്ടി നിരത്തും. എടേ രാവണി, ചെറ്റേ, ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. നീ വന്നോ? എന്റെ കണക്കുകൂട്ടൽ തെറ്റില്ല. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ മരത്തെ കാണുന്നവനായി രാവുണ്ണി. എന്റെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ. ആരെ കെട്ടണമെന്ന് അവള് തീരുമാനിക്കും. നിനക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് വെച്ച് വീട് നീളെ നടന്നു പെണ്ണുതായോ പെണ്ണുതായോ എന്ന് പറഞ്ഞ് ഓരിയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് തരാൻ ഇവിടെ പെണ്ണില്ല. തെരുവ് പട്ടിയെ പോലെ ഓരിയിട്ട് തെണ്ടി കിടന്ന് താനില്ലടോ. ഇപ്പൊ താൻ വലിയ അനത്തിലെ പട്ടിയായത് അപ്പുണ്ണിനെ കാച്ചോണ്ടില്ലടോ. കൊറേ നാളായല്ലോടാ നീയൊക്കെ കാശിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ട്. എന്റെ മോള് ഡോക്ടറായ ഒരുത്തനെ നക്കാപ്പിച്ചോണ്ടല്ല, അവളുടെ ബുദ്ധി കൊണ്ടാ. 2,80,000 ഉലുവ എന്താടാ? പലിശ സഹിതമുണ്ട്. എണ്ണി നോക്ക്. പോരാത്ത എന്താന്ന് വെച്ചാ പറ. രാവുണ്ണിക്ക് പണം പുല്ലാടാ. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും വിൽക്കുന്ന ചെറ്റ്. അപ്പൂട്ടം പണം കണ്ട് വളർന്നവനാടാ. വാരി കൊടുത്തിട്ടേ ഉള്ളൂ, പിടിച്ചു വാങ്ങിയിട്ടില്ല. പണം എണ്ണി മേടിച്ചവരകത്തുണ്ട്. അവര് പറയട്ടെ, വിളിക്കണവരെ. വിളിക്കണവളെ, എനിക്ക് സംസാരിക്കണം. അവക്ക് നിന്നെ ഈ ജന്മം കാണത്തടാ. കിടന്ന് ചിലക്കലടാ നമുക്ക്. അത് അവരവര് സംസാരിച്ച് തീരുമാനിക്കട്ടെ. ഒന്നും തീരുമാനിക്കണ്ട. അത്ര ദണ്ണമാണെങ്കിൽ നിന്റെ മോളെ അവന് കെട്ടിച്ചൂടാ. കൊടുക്കില്ല. താമരക്കുളത്ത് ഒരു വീട്ടിൽ നിന്ന് ഇവന് പെണ്ണ് കിട്ടില്ല. എന്താ തെമ്മാടിക്കാരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? എടാ പട്ടി, നിന്റെ തിണ്ടമെടുക്ക് താമരക്കുളത്തെ നടക്കൂ. നീ ഇവിടുത്തെ തൊക്കട ഉണക്കൽ ചോറല്ലേ ഉണ്ടിട്ടുള്ളൂ. പറക്കണക്കിന് പച്ചരിച്ചോറുണ്ണുന്ന പാണ്ടികളെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വെച്ച് വിളമ്പാ കൊണ്ടുവന്നിട്ടുണ്ടാ. എടാ ഭൂതപ്പാണ്ടി, ഇറങ്ങി വാടാ.
ഇവൻ ആർത്തി പിടിച്ച് നിൽക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാ വിളമ്പി കൊടുക്കടാ. സോഡ അമ്പിളി, അപ്പൂട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. തടഞ്ഞില്ലെങ്കിൽ കൊലപാതകം നടക്കും. അമ്പിളി പറഞ്ഞ അപ്പൂട്ടൻ കേൾക്കും. ചെല്ലമ്പിളി, അമ്പിളി. എന്ത് നേടാനാ ഈ അംഗം വെട്ടുന്നത്? ആരെ തോൽപ്പിക്കാനാ? എന്നെ കല്യാണം കഴിക്കാനാണോ? കഷ്ടം. എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ കഴിഞ്ഞുള്ള എനിക്ക് എന്തും എന്നോട് വേണോ അപ്പൂട്ട പക? എനിക്കൊരു മനസ്സുണ്ട്, നിങ്ങളത് കണ്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? ഒക്കെ സ്വയം തീരുമാനിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞ അനുസരിക്കണം അല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് അഹങ്കാര. പണവും കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്ന ഹുങ്ക്. പക്ഷെ അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ കഴിയില്ല. അപ്പൂട്ട, നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ
ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. എന്റെ മനസ്സിലുള്ള അപ്പൂട്ടനെ അല്ല നിങ്ങൾ. നിങ്ങളെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ളവളാ. ഞാൻ എന്താ വേണ്ടത്? കൽപ്പിച്ചാ മതി, അനുസരിക്കാം.